പെണ്ണിൻ്റെ ശരീരത്തിലുറങ്ങുന്ന ആണിൻ്റെ ചിത്തയും ആണിൻ്റെ ശരീരത്തിലുറങ്ങുന്ന പെണ്ണിൻ്റെ ചിത്തയും ഒരിക്കലെങ്കിലും കുളിമുറിയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യ മുറികളിൽ സ്വന്തം നഗ്നത വീക്ഷിക്കാത്ത യുവാവോ യുവതിയോ ഉണ്ടാവില്ല. കാരണം നഗ്നത ഏറ്റവും സൗന്ദര്യമേറിയ ഒരു വിചാരചിന്തയിൽ സമൂഹം അർഹിക്കാത്ത സ്വകാര്യ മനസ്സിൻ്റെ മറ്റൊരു ചിന്താതലത്തിലെ മനോഹരമായ ഒരു വിസ്മയമാണ്. അതുകൊണ്ട് തന്നെ നഗ്നതയും അല്ലെങ്കിൽ മറ്റു നഗ്നതയിൽ സാമീപ്യമുള്ള ചില വസ്ത്രധാരണവുമൊക്കെ ഭാരത സംസ്കാരത്തിൻ്റെ പഴയകാല ഓർമ്മയിൽ അത് രാജ്യത്തിനോട് കൂറുപുലർത്തിയിരുന്ന ഒരു സംസ്കാരമായിരുന്നു. കാലം മാറിക്കൊണ്ടിരുന്നപ്പോൾ കാലത്തിൻ്റെ ഒരു പുതിയ വേദിയിൽ വസ്ത്രധാരണം ശരീരം കാണിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് മെല്ലെ മെല്ലെ ഉയർന്നു വന്നു. പിന്നീടത് സിനിമകളിലൂടെയും മനുഷ്യൻ്റെ വിചാര മുഖ്യധാര കേന്ദ്ര കഥാപാത്രമായി അത് ഒരു ആഭാസ മേഖലയിലേക്ക് ചിന്തയിലെ ഒരു വേണ്ടാത്തിടത്തെ ഒരു ആലോചനയായി അത് മാറിയപ്പോൾ രാജ്യവും സമൂഹവും സംസ്കാരവും അതിനെതിരെ ശബ്ദിക്കാൻ തുടങ്ങി. അതിൽ ചില സ്ത്രീ കഥാപാത്രങ്ങൾ തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. കാരണം പുരുഷന്മാരെക്കാൾ സ്ത്രീകളുടെ ശരീരം സമൂഹത്തിൽ കാണിക്കപ്പെടേണ്ടതില്ല എന്ന് മതവും ഗ്രന്ഥങ്ങളും വിളിച്ചു പറഞ്ഞപ്പോൾ സമൂഹം അതിനെതിരെ ശക്തമായി എതിർക്കാൻ തുടങ്ങി. എതിർപ്പ് ശക്തികളും കൂടിയായപ്പോൾ സ്ത്രീകൾക്ക് അതിനെതിരെ ഒരുപാട് പോരാട്ടങ്ങൾ വേണ്ടി വന്നു. നിയമത്തിൻ്റെ അടിസ്ഥാന വശങ്ങളിൽ കോടതി പോലും വസ്ത്രധാരണത്തിൻ്റെ മുന്നിൽ തോറ്റുപോയി എന്ന് തന്നെ പറയാം. വസ്ത്രം ധരിക്കുന്നത് ഒരാളുടെ സ്വാതന്ത്ര്യമാണെന്നും അതിൽ കൈകടത്താനാകില്ലെന്നും കോടതിയും ചില സ്ത്രീപക്ഷ കക്ഷികളും വിലയിരുത്തുമ്പോൾ സ്ത്രീകളുടെ വസ്ത്രധാരണവും മേനി കാണിക്കലെല്ലാം രാജ്യത്ത് ഒരു പഴങ്കഥയായി. അവിടെ ഇവിടെയായി പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ വസ്ത്രധാരണത്തിൻ്റെ പിറകിൽ ഒളിഞ്ഞു നിൽക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളുടെ ചില വഴിവിട്ട ജീവിതങ്ങളും പുറത്തേക്ക് വരാനുള്ള സാഹചര്യം വന്നു തുടങ്ങിയിരുന്നു. പതിവിലും വിപരീതമായി സണ്ണി ലിയോൺ പറഞ്ഞ വാക്കുകൾ ജീവിതത്തിൽ നിന്നും കുറച്ച് വൈകി വന്ന ഒരു വാർത്തയായി എനിക്ക് തോന്നി. കാരണം സണ്ണി ലിയോൺ ഈ മേഖലയിൽ, അതായത് സണ്ണി ലിയോണിൻ്റെ കാഴ്ചപ്പാടുകൾക്കൊത്ത ഒരു ജീവിത രീതി രാജ്യം അവർക്ക് കൊടുത്ത വെല്ലുവിളികൾ അവർ സ്വീകരിച്ചു, വിജയിപ്പിച്ചു എന്ന് തന്നെ പറയാം. വരും കാലഘട്ടത്തിന് വേണ്ടി അവർ വിജയിപ്പിച്ചെടുത്ത അവരുടെ ജീവിത മാർഗം ഇന്ന് വെളിപ്പെടുത്തുമ്പോൾ ഇന്ന് രാജ്യം എത്തി നിൽക്കുന്ന ഒരു വസ്ത്രധാരണവും ശരീരം കാണിക്കുന്ന സാഹചര്യത്തെയും അവർ എടുത്തു പറയുകയുണ്ടായി. കാരണം അവരുടെ അമ്മ ഒരു പ്രാവശ്യം ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ തുറന്നു പറഞ്ഞ ആ കാര്യം കേട്ട് അമ്മ പൊട്ടിക്കരഞ്ഞു എന്ന് തന്നെയാണ് പറയുന്നത്.
എന്തായാലും സണ്ണി ലിയോൺ ഇന്ന് സെലിബ്രിറ്റികളുടെ ഇടയിൽ, സണ്ണി ലിയോൺ മാത്രമല്ല, ഉടൽ കാണിക്കുന്ന ഒരു നിയമത്തിൻ്റെ, ഒരു പാഷൻ്റെ ആ മേഖലയിൽ തുടരുന്നവർക്കെല്ലാം ഇന്ന് ഭാരത സംസ്കാരം കൊടുക്കുന്ന ഒരു വിജയമാർഗം. പലരും വിമർശിക്കുന്നുണ്ടെങ്കിലും മനസ്സിൻ്റെ ഉള്ളറകളിൽ അവരുടെ ഉടൽ കാണുകയും മനസ്സിൽ സന്തോഷം കൊണ്ടുവരുന്ന ഒരു സമൂഹമാണ് ഇന്ന് ഭാരതത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സണ്ണി ലിയോണിനെ പോലെ ആകാനുള്ള ഒരു തലമുറയും ഇന്ന് ഭാരതത്തിൽ ഏതൊക്കെയോ ദിക്കിലും മനസ്സിലും അവരുടെ പാഷൻ്റെ അടിസ്ഥാനത്തിൽ വളരുന്നുണ്ട്. എന്തു വന്നാലും അവരവരുടെ ജീവിതം അവരവരുടെ കയ്യിലാണ്. നഗ്നത പ്രദർശിപ്പിച്ചത് കൊണ്ടോ വഴിവിട്ട ജീവിതം നയിച്ചതുകൊണ്ടോ സണ്ണി ലിയോണിനെ ഉദാഹരണമാക്കി ആരും തോറ്റുപോകുന്നില്ലെന്ന് നമുക്ക് വിലയിരുത്താം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പെൺ സമൂഹം വളർന്ന് വലുതായി പടർന്നു പന്തലിക്കുന്ന ഒരു സിനിമാ മേഖല കൂടി ഇന്നത്തെ സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ട്. അവർക്കും ആശ്വാസമേകുന്ന ഒരു ജീവിത രീതിയാണ് സണ്ണി ലിയോൺ സ്വീകരിച്ചതെന്ന് കൂടി പറഞ്ഞു. പെണ്ണിൻ്റെ സ്വാതന്ത്ര്യം തോറ്റുപോകുന്നില്ല. അതോടൊപ്പം തന്നെ ഉടൽ എന്ന ആ ഒരു നീതി ഇനിയും സമൂഹത്തിന് മുന്നിൽ ഒരു ചർച്ചാ വിഷയമാകും. അത് രാഷ്ട്രീയപരമായും ജാതീയപരമായും മതപരമായുമൊക്കെ അത് ഭാരതത്തിൻ്റെ ഏതോ ഒരു കോണിൽ തങ്ങി നിന്ന് അത് പ്രശ്നങ്ങളും പ്രതിപ്രശ്നങ്ങളും ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വിഷയമായി കാണുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്താം.